അനിൽ മുഹമ്മദിന് എന്തറിയാം? ഇന്നത്തെ ഒരു വീഡിയോയുടെ ടൈറ്റിലാണ്. ആരാണ് സയ്യിദ് കുത്തുബ്? ആരാണ് ഹസനുൽ ബന്ന? ആരാണ് യഹിയ സിൻവർ? എന്താണ് ഹമാസ്? ഇതൊക്കെയാണ് അതിൻ്റെ സബ് ടൈറ്റിൽ. ഞാൻ ഈ വിഷയം എൻ്റെ നിലപാട് പറഞ്ഞ് മാറ്റിവെച്ചതാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ എന്തറിയാം എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെയും അത്യാവശ്യം അറിയേണ്ടതൊക്കെ അറിയാം. പക്ഷേ സംഘടനാ മതവും ഔചിത്യവും വിവേകവും അത് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യവും ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഒരു കൂട്ടത്തിനോ ഒക്കെ സ്വന്തം അവിവേകത്തിലൂടെ തുല്യം ചാർത്തിക്കൊടുത്ത് അവരെയൊക്കെ പിടിച്ച് നിഴലിൽ നിർത്തുന്ന ഏർപ്പാട് അത് ആരും ചെയ്തുകൂടാത്തതാണ്. ഒരു സംഘടനയും പ്രവർത്തിച്ചുകൂടാത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എയർപോർട്ടിലേക്കോ മറ്റോ നടത്തിയ യാത്രയുടെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച സയ്യിദ് കുത്തുബിൻ്റെയും ഹസനുൽ ബന്നയുടെയും ഒക്കെ ചിത്രം അത് അനുചിതവും അനാവശ്യവും ഈ സമരവുമായി പുലബന്ധം പോലും ഇല്ലാത്തതുമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവിടെ ഉചിതമായത് ഇന്ത്യൻ ഭരണഘടനയും ഈ സ്വാതന്ത്ര്യവുമൊക്കെ നമുക്ക് കൽപ്പിച്ച് നൽകിയ മഹത്തുക്കളായ നമ്മുടെ രാഷ്ട്രശില്പികളുടെയും ഒക്കെ സ്ഥാനമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഞാൻ വളരെ വിവേകത്തോടെ എനിക്കെന്തറിയാം എന്ന ചോദ്യത്തിന് എനിക്കറിയാവുന്ന പരിമിതമായ ചിന്തകളിൽ ഞാൻ മനസ്സിലാക്കിയ ബോധ്യങ്ങളാണ് പറഞ്ഞത്. യഹിയ സിൻവറോ ഹമാസോ കുത്തുബ് സയ്യിദോ ഹസനുൽ ബന്നയോ ഒക്കെ അതിൻ്റെ താല്പര്യങ്ങളിൽ ആ വിഷയങ്ങളിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ചിലരൊക്കെ പറഞ്ഞു ഈ ഫലസ്തീൻ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPIMൻ്റെ കോൺഗ്രസ്സിൽ ഈ തോളിലൂടിടുന്ന പ്രത്യേകമായ ഒരു ഷോള് പുതപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉള്ള ചർച്ചകൾക്കിടയിൽ സന്ദേശമായി അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ബാഗ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പല രീതികളും അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ ചില ഫംഗ്ഷനുകളുടെ ഐക്യദാർഢ്യപ്പെടലിൻ്റെ ഭാഗമായൊക്കെ പലതും ചെയ്യാറുണ്ട്. ഇവിടെ നടക്കുന്നത് വഖഫ് നിയമ ഭേദഗതി അതിൻ്റെ ചൂഷണത്തിനെതിരായാണ്. ഞാൻ വേറൊന്നും കൊണ്ട് ചോദിക്കുകയല്ല, അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുക. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള എത്ര സ്ഥലങ്ങളാണ് വഖഫ് ചെയ്തിട്ടുള്ളത്? ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അതോ ട്രസ്റ്റുകളുടെ കീഴിലാണോ? എനിക്കറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ അന്വേഷണത്തിൽ ഏതാണ്ട് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 90% ട്രസ്റ്റുകളിലാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ആസൂത്രിതമായ ചൂഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ന്യായീകരിക്കപ്പെട്ടാലും തങ്ങൾ പണ്ട് മുതലേ ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളുടെ സംഘടനയുടെ വ്യതിരിക്തതയും അതിൻ്റെ സംഗതിയുമൊക്കെ ചേർത്ത് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സ്ഥലത്ത് തൃശ്ശൂരിലോ അതുപോലെ തന്നെ അവിടെ ഇവിടെയോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പള്ളി തന്നെ സാധാരണക്കാരെല്ലാവരുമുള്ള പള്ളി തന്നെ ട്രസ്റ്റിലേക്ക് മാറ്റിയ സംഭവവും അതിൻ്റെ പേരിലുള്ള സമരവും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിന് പരിഹാരം തേടേണ്ടത് ഇവിടുത്തെ ഭരണഘടനയിലാണ്. ഇവിടെ വിശ്വസിക്കേണ്ടത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിലാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ഐക്യദാർഢ്യപ്പെടേണ്ടത് ഈ വിഷയത്തിൽ സ്വന്തം സമുദായത്തിലെ തീട്ടൂരമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ പോലും അവഗണിച്ചുകൊണ്ട് ഈ വിഷയത്തിന് വേണ്ടി സംസാരിച്ച ജനപ്രതിനിധികളോടാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടാണ്, ജുഡീഷ്യറിയോടാണ്, എല്ലാമാണ്. ഈ സന്ദർഭം കുത്തുബ് സയ്യിദിനെയും യഹിയ സിൻവറിനെയും അതോടൊപ്പം തന്നെ ഹസനുൽ ബന്നയെയും സമൂഹത്തിന് പരിചയപ്പെടുത്താനുള്ള സമരമല്ലിത്. അതിന് വേറൊരു ക്യാമ്പയിൻ വെക്കണം. ഇത് വഖഫിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ വിശ്വാസികളുടെ വഖഫ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ഒരു സമുദായത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യും വിധം അതിൻ്റെ കമ്മിറ്റികളിലേക്ക് വിശ്വാസികളല്ലാത്ത ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുതരം പിടിച്ചടക്കൽ, അപമാനിക്കൽ ആ പ്രക്രിയക്കെതിരെയാണ്. അവിടെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന മഹത്തായ രൂപരേഖയുടെ ഈ മതസ്വാതന്ത്ര്യത്തിനും അത്തരം കാര്യങ്ങൾക്കുമെതിരെയാണ്. അതിനെ പ്രതിരോധിക്കേണ്ടതും ഈ താങ്കൾ പറഞ്ഞ പേരുകൾ വെച്ചല്ല, മറിച്ച് ഈ പറയുന്ന പ്രതിരോധം വെച്ചാണ് പ്രതികരിക്കേണ്ടത്. അതാണ് പറഞ്ഞത്.
അത്രയുമൊക്കെ അനിൽ മുഹമ്മദിന് അറിയാം. ആ ബോധ്യമാണ് ഉറക്കെ പറഞ്ഞത്.